നല്ല തണുപ്പുള്ള മഞ്ഞിനകത്ത് നിങ്ങൾ ബൈക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ? അതും നമ്മുടെ സ്വന്തം ഇടുക്കിയിൽ. എൻ്റെ ഒരു യാത്ര കണ്ടു നോക്ക്. ഭയങ്കര രസകരമായൊരു കാഴ്ച തന്നെ കേട്ടോ. ഈ മഞ്ഞിനകത്തൂടി വണ്ടി ഓടിച്ച് പോകുന്നൊരു അതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്. ഒരിക്കലും എപ്പോഴും കിട്ടുന്നതായിരിക്കില്ല ഇങ്ങനൊരു അവസരം. ഞാൻ പോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ ജോലിക്ക് പോകുന്ന, തൊഴിലുറപ്പും മറ്റു കാര്യത്തിനൊക്കെ പോകുന്ന സമയം കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് തണുപ്പും മഞ്ഞും ഉണ്ടെങ്കിലും ഇടുക്കിക്കാർക്ക് അതൊരു വിഷയമല്ല. അവരതിനകത്തും ജോലിക്കൊക്കെ പോയി കഷ്ടപ്പെട്ടാലേ ജീവിക്കാൻ പറ്റുള്ളൂ. തീർച്ചയായും. അങ്ങനെ നമ്മളതാണ്ട് ഇത് കണ്ടോ, ദൂരെ നോക്കുമ്പോൾ മഞ്ഞ് അത്രയും മൂടി കിടക്കുക. നമ്മൾ അടുത്തോട്ട് വരുമ്പോൾ മഞ്ഞ് നമുക്ക് വഴി മാറി തരും കേട്ടോ. അതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്, നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ തന്നെ നമ്മൾ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡർ കമ്പമട്ടി വന്നു. ഒന്നും നോക്കിയില്ല, അപ്പോൾ തന്നെ ഒരു ചായ, കുറച്ച് ദൂരം ഓടിച്ചുള്ളെങ്കിലും അപ്പോൾ തന്നെ ഒരു ചായയും കുടിച്ചു. കേരളത്തിലെ ചായ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടരുകയാണ് കമ്പത്തേക്കുള്ള. തമിഴ്നാട് റോഡാണ് കിട്ടുന്നത്. ഭയങ്കര രസകരമായൊരു യാത്രയാണിത്. കാരണം 18 വളവുണ്ട്. നമ്മുടെ ചുരം പോകുന്നത് പോലെയാണ് ഇതും ഇറങ്ങേണ്ടത്. തമിഴ്നാടിൻ്റെ രാജാവ് എൻ്റെ മുമ്പിലുണ്ട്, PRC. അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാട്ടോ. മുകളിൽ നിന്നുള്ള തമിഴ്നാടിൻ്റെ ഒരു വ്യൂ കണ്ടു, നല്ല രസമല്ലേ. ഇനി നമുക്ക് താഴോട്ട് തമിഴ്നാട്ടിലോട്ട് ഇറങ്ങുക കേട്ടോ. ഇനി മുതൽ കൃഷിയുടെ മേഖലയാണ്. തെങ്ങും പുളിയും റോഡ് മുഴുവൻ. നമ്മളവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയും മനോഹരമായിട്ട് തോന്നും. അങ്ങനെ ഞാൻ എപ്പോൾ വന്നാലും ചായ കുടിക്കുന്ന നമ്മുടെ കമ്പത്തോട്ട് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ ഒരു ചായക്കട ഉണ്ട് കേട്ടോ. പാതി മലയാളിയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു വടയും ഒരു ചായയും കുടിച്ചു. ഇത് ഞാൻ അവിടെ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ കടുകടുക്ക പോലൊരു ഇത് ഭയങ്കര വില കേട്ടോ, എങ്കിലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഒന്നും നോക്കില്ല, ഒരു വടയും ഒരു ചായയും ഇപ്പോൾ തന്നെ അടിച്ചു. പിന്നെ നമ്മുടെ യാത്ര തുടരുന്നു. ഇനി നമ്മുടെ നാട്ടുമ്പുറത്തുള്ളവരൊക്കെ പറയുന്ന പോലെ ഈ ഒരു മല കയറേണ്ടതുണ്ട്. അപ്പം അടുത്ത വീഡിയോ ഇങ്ങനെ പറയാം. ബൈ.